നമ്മളെ ടാറ്റ എസ്സി ലോറി റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ചെറിയ റിവ്യൂ ആണ്, വേറെ വലുതായിട്ടൊന്നുമല്ല, ചെറിയൊരു റിവ്യൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഫസ്റ്റ് എൻ്റെ ചാനൽ കാണാൻ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. ചെറിയൊരു വീഡിയോ ആണ്, വേറെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്കെല്ലാം ഡ്രൈവർ ചേട്ടന്മാർക്കും റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം എൻ്റെ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം കാണാൻ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ വലിയ ഒരു കാറിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നോക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, വേറെ ഒന്നും ചെറിയൊരു റിവ്യൂ ആണ്. നിങ്ങൾക്ക് എന്തോന്ന് പറയത്തൊക്കെ വേറെ ഒന്നും ചെറിയ റിവ്യൂ ആണ്. അപ്പോൾ ഇന്ത്യയിൽ ചെറിയൊരു കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, നമുക്ക് നേരെ വീട്ടിലിട്ട് പോകാം. ഹായ് ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ എസ്സി ലോറി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതാണ് അതിൻ്റെ സൈഡ് ഇൻഡിക്കേറ്റർ. ആ ചെറിയ ഹോൾ നമ്മൾ എയർ കയറേണ്ട ഇതാണ്. ഇതാണ് നമ്മൾ ക്യാബിൻ്റെ അകത്തുള്ള വ്യൂ. നമ്മൾ അത്യാവശ്യം നല്ല വ്യൂ ആണ്, നല്ല ക്യാബിനാണ്. ഇതാ നമ്മളെ വണ്ടിയുടെ ടയർ ഭാഗങ്ങൾ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫുഡ് സ്റ്റെപ്പ്. ഇതാണ് നമ്മളെ പ്ലാറ്റ്ഫോം, നമ്മളെ താടിയൊക്കെ കയറുന്ന പ്ലാറ്റ്ഫോമാണ്. ഇതാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം. ഇപ്പോൾ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്യൂൽ ടാങ്ക്. കറക്റ്റ് എനിക്ക് എത്ര അളവെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് അതിൻ്റെ ബാറ്ററി. ഇതാണ് നമ്മൾ ചവിട്ടി കയറുന്ന പടി. ഇത് നിങ്ങൾക്ക് അറിയാം. ഇതാണ് അതിൻ്റെ ഫ്യൂൽ ടാങ്ക്. നമ്മൾ എക്സ്ട്രാ ലോക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബാക്ക് ടയർ. ഇപ്പോൾ ഞാൻ ക്യാബിൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ക്യാബിൻ. നമ്മളെ വലിയ പഴയ സ്റ്റിയറിംഗ് പോലത്തെ സ്റ്റിയറിംഗ് ആണ്. ഇത് 2011 മോഡൽ വണ്ടിയാണ്. ഇത് അതിൻ്റെ എയർ ബാഗ് 2011 മോഡൽ വണ്ടിയാണ്. അപ്പോൾ പുതിയ ഇപ്പോഴത്തെ തടിയൊക്കെ കയറുന്ന വണ്ടിയൊക്കെ കുറച്ചുകൂടെ നല്ല പവർ എന്നൊക്കെയാണ് നമ്മൾ ഡ്രൈവർ ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക് ബോഡി, ടയർ ഭാഗങ്ങൾ. ഇത് നമ്മൾ എയർ ഫിൽറ്ററാണ് അവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് സ്റ്റെപ്പിന് വീല്. ഇത് നമുക്ക് ചെളി ആയതുകൊണ്ടാണ് കറക്റ്റായിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റാത്ത ഗൈസ്. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള അടുത്ത റിവ്യൂ ഞാൻ ഉടനെ ചെയ്യുന്നതാണ്. ഇതാണ് എൻ്റെ ബാക്കിലത്തെ വ്യൂ. നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലാണ് ബോഡി ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ഇരുമ്പിലാണ്. ഒന്നും തട്ടിയാൻ മുട്ടിയിലൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ഹൗസിംഗ് ആണ്. അടിയിലൊന്നും ഗൈസ് ചെയ്യാൻ പറ്റിയില്ല.